ഏകദേശം കഴിഞ്ഞു. അടുക്കളയെല്ലാം ക്ലീൻ ആക്കി, പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു. ഇനി എനിക്ക് വിശക്കുന്നുണ്ട്, ഞാൻ കഴിക്കാൻ പോവാ. അശു കുളിക്കാൻ കയറിയേക്കണം. കുറേ ടൈം എടുത്തേ കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരത്തുള്ളൂ. അപ്പം എനിക്ക് എന്തായാലും കഴിച്ച് കഴിയാനുള്ള ടൈം കിട്ടും. അത് കഴിഞ്ഞിട്ട് അവനും കൂടി കൊടുക്കും. അപ്പം ജോ നേരത്തെ കപ്പ, ഇന്നത്തെ മീൻകറി ഭയങ്കര ഇഷ്ടമായി. അപ്പം കപ്പ കുറേ തിന്നതുകൊണ്ട് ഇപ്പം വിശക്കുന്നില്ല. ജോ എന്നിട്ട് ആ ഫ്രൂട്ട് സാലഡ് എടുത്തിട്ട് പോയി അത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി കുറേ കഴിഞ്ഞ് 10, 11 മണി 12 മണിയൊക്കെ ആകുമ്പോഴേ ഇനി ചോറിനത്തുള്ളൂ. അത്ര നേരമൊന്നും എനിക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല. അപ്പം ഞാനിപ്പോൾ കഴിക്കാൻ പോകണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. നമ്മുടെ കുറേ മെസ്സേജ് വന്ന് കിടപ്പുണ്ട്, അതെല്ലാം റിപ്ലൈ കൊടുക്കണം. നാളത്തേനുള്ള കുറച്ച് തയ്യാറെടുപ്പുകൾ, കുക്കിങ്ങിൻ്റെ ഒക്കെ റെഡിയാക്കി വെക്കണം. അങ്ങനെയൊക്കെ ചിക്കൻ എടുത്ത് ഞാൻ ഫ്രീസറിൽ നിന്ന് പുറത്ത് വെച്ചേക്കൊണ്ട് അപ്പം അതൊക്കെ ഒന്ന് കുറച്ച് സ്ലൈസ് ആക്കി വെക്കാനുണ്ട്. അങ്ങനെയൊക്കെ കുഞ്ഞിന് മൊബൈലൊക്കെ നോക്കി ഹാപ്പി ആയിട്ട് കുറച്ച് വീഡിയോസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ കണ്ടിട്ട് പിന്നെ പെട്ടെന്ന് ഉറങ്ങും. പിന്നെ നമ്മൾ യുദ്ധം നാളത്തേനും മാറ്റി വെക്കുകയാണ്. നാളെ വീണ്ടും സെയിം റിപ്പീറ്റാണ്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ദിവസങ്ങൾ. അപ്പം ഞാൻ വേഗം കഴിക്കട്ടെ കേട്ടോ. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് കപ്പയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കണം എന്ന് ഓർത്തു. പക്ഷേ പിന്നെ ഓരോരോ പണികളും ഇതുമായതുകൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ പിടിച്ചു നിൽക്കുമായിരുന്നു. വൈകുന്നേരം ലാവിഷായിട്ട് കഴിക്കാമെന്ന് ഓർത്തിട്ട് ഞാൻ എക്സസൈസ് ഒന്നും ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഞാൻ അന്നേരം കഴിക്കാത്തത്. ഇനി ഒരു നേരം കഴിച്ചാൽ മതി എന്നോർത്ത് ഡിന്നർ, ആക്ച്വലി ഡിന്നർ ഏറ്റവും കുറവേ കഴിക്കാവുള്ളൂ. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഡിന്നറാണ് ഏറ്റവും വിഭവസമൃദ്ധമായിട്ട് വേണ്ടത്. അളവ് കുറയ്ക്കും, പക്ഷേ കുറേ കറികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എനിക്ക് ഡിന്നർ കഴിച്ചാലേ ഒരു മനസ്സിന് തൃപ്തിയുള്ളൂ. ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നതാണ് എനിക്ക് എവിടെ ഇങ്ങനെ ഇറങ്ങി വന്ന അതിന്റെ ചെടിയുടെ അപ്പുറത്ത് വെക്കുക. അവിടെ ഇടുന്നത് നീ വെള്ളത്തിൽ നിന്ന് നനച്ചിടുന്നോണ്ടാണ് ഞാൻ ഇവിടെ ഇട്ടേക്കുന്നത്. ചെടിപ്പെടുത്തവനൊക്കെ ഇപ്പൊ ഇട്ടോ അല്ലെങ്കിൽ ഇട്ടുകൂടെ? അത് അതിന്റെ പൊക്കത്തി വെച്ചാൽ മതി. നീ അവിടെ നിലത്തിട്ടിട്ട് മുഴുവൻ വെള്ളം പറ്റിക്കോണ്ട. എങ്ങും വെപ്പിക്കുന്നു എന്തൊരു സൂക്കേടത്. വിളിച്ചതാണ് എനിക്കിപ്പോൾ വീഡിയോ വിളിച്ചു തരുന്നത്. ഇന്ന് രാവിലെ എണീറ്റിട്ടുണ്ട്. ആ പട്ടിപ്പിച്ചിന് സ്നാക്കി മേടിക്കാൻ പോകാം. ഒരു 20 ഡാലിയും കൂടി ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വന്നിട്ടുണ്ട്. അതിന് പോണ വഴിയിൽ അത് മേടിക്കണം. ഭയങ്കരമായിട്ടുണ്ടോ? ഇതിന് ഫസ്റ്റ് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. അതുപോലെ മിയ കൊച്ചിനെയുണ്ട്, അതിന് ഫസ്റ്റ് ഇഞ്ചക്ഷനാണ്. ഡിയോണിക്ക് നമ്മളൊരു ഇഞ്ചക്ഷൻ എടുത്താണ്. അവൾ ഭയങ്കര ബഹള തട്ടിക്കൊണ്ട് പോകാമെന്ന് ഓർത്തിട്ട്. അപ്പോൾ ഞങ്ങൾ പോട്ടെ. പിന്നെ നമുക്ക് കുറച്ച് ക്രിസ്മസിൻ്റെ സാധനങ്ങളൊക്കെ മേടിക്കണം. അങ്ങനെ ഒരു കുഞ്ഞ് ഷോപ്പിങ്ങിനായിട്ട് പോവുകയാണ്. ഞാൻ ആദ്യമായിട്ടൊരു വെറ്റിനറി ഹോസ്പിറ്റലിൽ പോകാൻ തുടങ്ങുകയാണ് കേട്ടോ. ഹൈറക്കുട്ടിക്ക് നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കാനുണ്ട്, വാക്സിനേഷൻ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ജോ ഒരു കൂടൊക്കെ റെഡിയാക്കി. ഇത് ഈ കൂട് നമുക്കിവിടെ ഉണ്ടാകുന്ന തത്തക്കൂടാണ്. അതിനകത്തേക്ക് അയറക്കുട്ടീനെ എടുത്തിടുക. ഈ ഡിയോണൊന്നും സമ്മതിക്കത്തില്ല. ഡയറേനെ ആരും കൊണ്ടുപോകാനോ നോക്കാനോ പോലും സമ്മതിക്കാത്ത സ്ഥിതിയായി. ഓ കൊച്ചു പയറ് പോലെ തെറിക്കണേ എൻ്റെ അമ്മേ. ഇതുപോലെ തെറിക്കുന്ന കൊച്ചിനെയൊക്കെ കൈ പിടിച്ചോണ്ട് പോകാൻ പറ്റും. പന്നീര് തെറിക്കും പോലെ തെറിക്കും. ഓ ഒക്കെ എന്നെ ശ്വാസം മുട്ടും. ആ അതിന് എന്നെ കൊടുക്കുന്നില്ല. അതിന് ഇഞ്ചക്ഷൻ എടുത്തല്ലേ. ഡിയോണിക്ക് നമ്മൾ ഓൾറെഡി ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തതാണ്. കൂടും കുറച്ച് താഴ്ചയാണ്. വികൃതിയുടെ അങ്ങേയറ്റമാണ് നമ്മുടെ അയറ. ഇപ്പോൾ പുറത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ഇറക്കി വിട്ടോ നമ്മളെ വന്ന് കടിക്കുക, എല്ലാ സാധനം കടിച്ചു പിടിക്കുക. ഫുൾ ടൈം നമ്മുടെ കയ്യിലും കാലിലും പിടിച്ച് കടിക്കും കേട്ടോ. അങ്ങനെയൊക്കെയാണ്. ഭയങ്കര വികൃതി വെച്ചാൽ ഭയങ്കര വികൃതി. നല്ല ആക്റ്റീവാണ് കേട്ടോ. ഇവിടെ മാത്രമല്ല, നമുക്കൊരു പൂച്ചക്കുഞ്ഞും കൂടി ഉണ്ട്, മിയ. അവളെയും കൂടി ഇതാണ് കേട്ടോ നമ്മുടെ നീല കണ്ണുള്ള സുന്ദരി റാഗ്ഡോൾ മിയ. അവളെയും കൂടി നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യമായിട്ട് ഒരു ഹോസ്പിറ്റൽ കാണട്ടെ. ശരിക്കും നമ്മുടെ ഹോസ്പിറ്റൽ പോലെ തന്നെയല്ലേ വെറ്റിനറി ഹോസ്പിറ്റൽ. ഞാൻ അവിടുത്തെ ചെറിയൊരു മുറിയും അങ്ങനെ കൊണ്ടുവരുമെന്ന്. പക്ഷേ എല്ലാ സെറ്റപ്പും ഒരു ഹോസ്പിറ്റലിൻ്റെ ഒക്കെ ഒരു സെറ്റപ്പിൽ തന്നെയാണ് എല്ലാം. അതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുമായിരുന്നേ. അപ്പോൾ അവിടെ വന്നു എന്നിട്ട് പിന്നെ മിയയ്ക്കും ഇഞ്ചക്ഷൻ എടുത്തു, നമ്മുടെ അയറക്കുട്ടിക്കും ഇഞ്ചക്ഷൻ എടുത്തു കേട്ടോ. അവിടെ വന്നപ്പോൾ രണ്ടുപേരും ക്വയറ്റായിട്ടൊക്കെ നിന്ന് വന്നു കേട്ടോ. അങ്ങനെയൊക്കെ പിന്നെ അതിനുള്ള സർട്ടിഫിക്കറ്റോ ഒക്കെ തന്നു. ഇനി അടുത്ത വാക്സിൻ എടുക്കേണ്ട സമയമോ അതൊക്കെ പറഞ്ഞു തന്നു. പിന്നെ മരുന്നൊക്കെ എഴുതുന്നു, ടോണിക്ക് പോലെയൊക്കെയുള്ള. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഇനിയിപ്പോൾ നേരെ തിരിച്ചു പോവുകയാണ്. കുറച്ച് സമയം എടുത്ത് ഇനി കുറച്ച് സ്റ്റോപ്പിംഗ് ഒക്കെ ഉണ്ട് നമുക്ക്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഇനിയിപ്പം വീട്ടിലേക്ക് പോകും. വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ സമയം കഴിഞ്ഞ് എത്തി. നല്ലൊരു കോഫി വെച്ച് തന്നു ജോ. ഇനിയിപ്പം ഓരോരോ ജോലികളിലേക്ക് ഞാൻ പോവുകയാണ്. പിന്നെ അവർക്ക് വിശക്കുന്നുണ്ടാവുമല്ലോ, അപ്പോൾ ഞാൻ പാല് ചോറും കൂടി അരയ്ക്കും. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത്. പിന്നെ കുറേ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു തന്ന കുറേ കാര്യങ്ങളുണ്ട്, അതെല്ലാം ചെയ്യുന്നുണ്ട്. ടോണിക്ക് വിമറാൾ എന്ന് പറയുന്ന ടോണിക്കൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ട്. റോയൽ കനാൽ എന്ന് പറയുന്ന ഫുഡ് മേടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്.
ഇനി നമുക്കുള്ള ഫുഡ് തയ്യാറാക്കണം. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഒരു 5:30 ആകുമ്പോൾ മുതലേ ഞാൻ ഡിന്നറിനുള്ള പ്രിപ്പറേഷനൊക്കെ തുടങ്ങും കേട്ടോ. ഇതുള്ള വെജിറ്റബിൾ എല്ലാം ബ്രൊക്കോളി, അതുപോലെ ക്യാബേജ്, നമ്മുടെ മുളക്, ക്യാപ്സിക്കം ഇല്ലേ, അത് കളർഫുള്ളായിട്ടുള്ള അങ്ങനത്തെ എല്ലാം കൂടി ഇങ്ങനെ കുറച്ച് വലിയ ചതുര കഷ്ണങ്ങളാക്കും കേട്ടോ. അങ്ങനെ കോളിഫ്ലവർ എല്ലാം കൂടി അങ്ങനെ ആക്കും. പിന്നെ നമ്മുടെ പൊട്ടാറ്റോ ഇതെല്ലാം അതിനകത്ത് കുറച്ച് ഇതിന് വേണ്ടിയിട്ട് എന്താ ഒരു പുളിരസത്തിനൊക്കെ വേണ്ടി സോയാ സോസും ഉപ്പും കുറച്ച് ചുവന്ന മുളക് പൊടി പിന്നെ കുറച്ച് മസാലപ്പൊടി അതൊക്കെ ഇടും, കുരുമുളക് പൊടി അങ്ങനെയൊക്കെ ഇട്ടിട്ട് നമ്മൾ നേരെ ഓവനിലേക്ക് വെക്കുക. അല്ലെങ്കിൽ നമ്മുടെ പിന്നെ അല്ലെങ്കിൽ നമ്മൾ ചീനച്ചട്ടി തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. കുറച്ച് ഒരു ബട്ടറോ അങ്ങനെ എന്തെങ്കിലും തേച്ചിട്ട് ഒന്ന് പിന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി, അധികം എണ്ണ തേക്കാതെ. അങ്ങനെയാണെങ്കിലും ഓക്കെയാണ്. ഇല്ലെങ്കിൽ നമുക്ക് നേരെ നമുക്ക് ഓവനിൽ കെട്ടിയിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വെജിറ്റബിൾ നല്ല വെജിറ്റബിൾ ആവുകയും ചെയ്യും, എന്നാൽ നല്ല ടേസ്റ്റായിട്ട് കഴിക്കുകയും ചെയ്യാം. പിന്നെ ഒത്തിരി ഓയിലും മസാലയും ഒന്നും ചേർത്ത് കുക്കായ ഒരു ഇത് വരുത്തുമില്ല അങ്ങനെ. പിന്നെ നമ്മൾ ഫ്രൂട്ട്സാണ്. ഫ്രൂട്ട് സാലഡ് എന്ന് ഞാൻ പറയുന്നത് കേട്ടോ. ആക്ച്വലി ഇത് ഫ്രൂട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് ഉപ്പുനീര് മാത്രം ഒഴിക്കും. അധികം ഉപ്പുനീര് ഒഴിക്കുകയും വേണ്ട, ചെറുതായിട്ടൊരു ഉപ്പൊന്ന് തൊടിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ചിക്കൻ കറി വെച്ചു. ചിക്കൻ കറി കുറച്ച് നീളത്തിൽ വെക്കാൻ വേണ്ടി കുറച്ച് പൊട്ടാറ്റോ ഒക്കെ ഇട്ട് അങ്ങനെ ഞാൻ ഒപ്പിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ അതും കൂടി വെച്ചു. ഇനിയിപ്പം നാളത്തേനും കൂടി ഇതാ അപ്പം ഇരുന്നോളൂല്ലോ. കുറച്ചധികമൊക്കെ ഞാൻ എല്ലാം വെക്കും കേട്ടോ, ഒറ്റ നേരം കൊണ്ടൊന്നും തിന്നെടുക്കത്തില്ല. അപ്പം അങ്ങനെ ദാ നമ്മളത് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഒത്തിരി അങ്ങ് ഫ്രൈ ചെയ്ത് കരിക്കൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ പിന്നെ ദാ നമ്മുടെ ഫ്രൂട്ട് സാലഡ് എല്ലാം മുടി വെച്ചു. പിന്നെ ഞാൻ കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്കും അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഞാൻ ചമ്മന്തി അരച്ചു. മാങ്ങ ഉണ്ടായിരുന്നു, തേങ്ങയൊക്കെ ഇട്ടിട്ട് മാങ്ങാ ചമ്മന്തി എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയാണ് കേട്ടോ. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സാധനമാണ് മാങ്ങാ ചമ്മന്തി എന്ന് പറയുന്നത്. നട്ട്സ് കൂടി ഇടും എൻ്റെ അമ്മ, പച്ച കശുവണ്ടി നമുക്ക്. അങ്ങനെ അപ്പോൾ ജോ ജസ്റ്റ് പാത്രമൊക്കെ കഴുകി തന്ന് ഹെൽപ്പ് ചെയ്തു. ഇനി നമുക്ക് ഇവരെല്ലാം കുളിച്ചിട്ട് വരണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കണം. ഒത്തിരി ലേറ്റ് ആവുന്നതിന് മുമ്പ് നമ്മൾ ഭക്ഷണം കഴിക്കും കേട്ടോ, അതാണ് നല്ലത്. അപ്പം നമുക്ക് കുറേ ഫാസ്റ്റിംഗ് ടൈം കിട്ടും, അത് നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്. അങ്ങനെ ഇതാ ഓരോന്ന് വെക്കുമ്പോൾ എല്ലാവരും ഞൊണ്ടിക്കൊണ്ട് പോകുന്നുണ്ടോ. ഇതൊക്കെ ഇവിടുത്തെ സ്ഥിരം കാഴ്ചകളാണ് കേട്ടോ. ഇതിങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ച് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണോ. അതിൽ പകുതി ജോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ എടുത്തു തന്നു കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഞാൻ പേടിപ്പിച്ചാണ് അത്രയൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. നമ്മുടെ സെൽഫ് കെയർ, ബ്യൂട്ടി കെയർ, അതിന് നമ്മൾ ഒരു മുടക്കവും വരുത്താൻ പാടില്ല. രക്തശാലി ഫേസ് പാക്കാണ് ഞാൻ ഇട്ടേക്കുന്നത്, ഞാൻ രണ്ടും കാണിച്ചുതരാം. അതുപോലെ കസ്തൂരി മഞ്ഞളിൻ്റെ ഫേസ് പാക്ക് ഉണ്ട്, പ്ലെയിൻ കസ്തൂരി മഞ്ഞൾ. അതുപോലെ നമ്മുടെ രക്തശാലി ഫേസ് പാക്ക്, ഇതിൽ 5 മരുന്നുകളും കൂടി ചേർന്നാണ്, ആയുർവേദ മരുന്നുകൾ. ഫുള്ളി നാച്ചുറലാണ്, 100% നാച്ചുറൽ കേട്ടോ. അപ്പം അതാണ് ഞാൻ രണ്ടും കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് കുറേ കാര്യങ്ങൾ അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് പറയണേ. ഇതാ ഈ ലെഫ്റ്റ് ഹാൻഡിലിരിക്കുന്നത് നമ്മുടെ രക്തശാലി ഫേസ് പാക്ക്, റൈറ്റ് ഹാൻഡിലിരിക്കുന്നത് നമ്മുടെ കസ്തൂരി മഞ്ഞൾ, പ്ലെയിൻ കസ്തൂരി മഞ്ഞളാണ്. പ്ലെയിൻ കസ്തൂരി മഞ്ഞളുടെ കളർ കണ്ടോ, ബിസ്ക്കറ്റിൻ്റെ കളർ, അല്ല ലൈറ്റ് ബിസ്ക്കറ്റിൻ്റെ കളർ അതായിരിക്കും കേട്ടോ, അല്ലാതെ മഞ്ഞ കളറേ അല്ല. മഞ്ഞക്കൂവയുണ്ട്, വെള്ളക്കൂവയുണ്ട്, അങ്ങനെ കുറേ 6 ടൈപ്പ് അങ്ങാണ്ട്. കസ്തൂരി മഞ്ഞളിൽ തന്നെ ടൈപ്പുകളുണ്ട്, അല്ല കസ്തൂരി മഞ്ഞളല്ല, മഞ്ഞളിൽ തന്നെ ടൈപ്പുകളുണ്ട്. അതിൽ പലതാണ് നമുക്ക് പൊടിച്ച് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വന്ന് കിട്ടുന്നത്, നമ്മൾ അന്യായ പൈസ കൊടുത്ത് മേടിക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണ് നമ്മൾ മേടിക്കേണ്ടത്. ഈ ലൈറ്റ് കളർ ആയിരിക്കും, പ്ലസ് അതിനൊരു വെണ്ണയുടെയൊക്കെ ഒരു സ്മെല്ലായിരിക്കും, ഒരു കർപ്പൂരത്തിൻ്റെയോ വെണ്ണയുടെയോ അങ്ങനെയൊക്കെ ഒരു സ്മെല്ലായിരിക്കും സ്റ്റാർട്ടിങ്. കുറേ നാൾ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിന് പ്രത്യേകിച്ച് സ്മെല്ലൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല, ആ ഒരു രീതി ചെറിയ സ്മെല്ല് അങ്ങനെ ഫീൽ ചെയ്യുള്ളൂ. തുടക്കത്തിൽ നിങ്ങൾ ആദ്യം മേടിക്കുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും. സ്ഥിരം അതിനകത്ത് തന്നെ നമ്മൾ കുതിർന്ന് നിൽക്കുമ്പോൾ പിന്നെ അധികം സ്മെല്ല് ഫീൽ ചെയ്യില്ല. പിന്നെ നല്ല കൂളിംഗ് എഫക്റ്റ് ആണ്. നോർമലി നിങ്ങളുടെ സ്കിന്നിന് ഇൻഫെക്ഷനോ പൊട്ടലോ ഒന്നും ഇല്ലെങ്കിൽ, ഒത്തിരി മൂക്കുരും കാര്യങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഇല്ലെങ്കിൽ മനസ്സിലാവും, ആദ്യം ഫീൽ ചെയ്യുക. ഇനിയിപ്പം അങ്ങനെയല്ല, നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും പൊട്ടലോ ഇൻഫെക്ഷനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചിലവർക്ക് ഇപ്പോൾ ഒരു 1000 പേരിട്ടാൽ അതിലൊരു 2-3 പേർക്ക് ഒരു ഇച്ചിരി നീറല്ലോ ഒരു പുകച്ചിൽ അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ 2-3 ദിവസം അത് റിപ്പീറ്റ് ചെയ്ത് നോക്കുക, അപ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ആ പ്രോബ്ലം ഈ ഒരു കസ്തൂരി മഞ്ഞൾ അപ്പോൾ 2-3 ദിവസം നമ്മളത് റിപ്പീറ്റ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ ഈ ഒരു സ്കിന്നിൻ്റെ പ്രോബ്ലം നമ്മുടെ കസ്തൂരി മഞ്ഞൾ ഉപയോഗിക്കുന്നതിൽ കൂടി തന്നെ മാറിക്കിട്ടും. പിന്നെ കണ്ടിന്യൂ ചെയ്യുക. മിൽക്ക് ഓർ മിൽക്ക് പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പഴുത്ത പപ്പായയോ അല്ലെങ്കിൽ ഓട്സ് പൊടിയോ അങ്ങനെ ഏത് മീഡിയത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ ചേരുന്നത് ആ ഒരു രീതിയിൽ ഹണിയിൽ മിക്സ് ചെയ്തോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഹണി കണ്ടിന്യൂസ് മൗത്ത് യൂസ് ചെയ്യരുത്, അതിൽ ഒത്തിരി വൈറ്റമിൻ എ ഉള്ളതുകൊണ്ട് നമ്മുടെ സ്കിൻ കുറച്ച് കട്ടിയാകും. അതുകൊണ്ട് ഞാനൊക്കെ ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെയാണ് മുഖത്ത് ഹണി ഉപയോഗിക്കത്തുള്ളൂ കേട്ടോ. ചെറുതേനോ വൻതേനോ ഏത് വേണേലും ഉപയോഗിക്കാം. നമ്മുടെ അടുത്ത് അതെല്ലാം ഉണ്ട്. ഒത്തിരി പ്രൊഡക്റ്റുകൾ നമ്മുടെ അടുത്തുണ്ട്, ബ്യൂട്ടി പ്രൊഡക്റ്റ് പ്ലസ് ഹെൽത്ത് പ്രൊഡക്റ്റുകൾ, കഴിക്കുന്നതും കുടിക്കുന്നതും അതുപോലെ നമ്മുടെ ബ്യൂട്ടിപരമായ സംഗതികൾ ഒത്തിരി പ്രൊഡക്റ്റ് നമ്മുടെ അടുത്തുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇതാണ്, മെസ്സേജ് വിടൂ, ഡീറ്റെയിലൊക്കെ ഞാൻ തരാം കേട്ടോ. അപ്പോൾ ഇതിനി എങ്ങനെയാ വെച്ചാൽ ഒന്ന് മുഖത്തിടും, കുറച്ചൊന്ന് ഉണങ്ങി കഴിയുമ്പോൾ ഒത്തിരി ഡ്രൈ ആവാൻ നിൽക്കരുത്. നമുക്ക് ഭയങ്കരമായിട്ട് ഡ്രൈ ആയി. ഒരു കൊച്ച് അബദ്ധം കാണിച്ചത്, അവൾ എൻ്റെ ഇത് മേടിച്ചിട്ട് തലേ ദിവസം രാത്രി നന്നായിട്ട് വലിച്ചെടുത്തോട്ടെ എന്ന് ഓർത്തിട്ട് തലേ ദിവസം ഇട്ടിട്ട് കിടന്നുറങ്ങി. അങ്ങനെ ചെയ്യാനേ പാടില്ല കേട്ടോ. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് മാക്സിമം. അതിൻ്റെ ഉള്ളിൽ ഡ്രൈ ആകുമ്പോൾ ഒന്നുകൂടെ നനച്ചു കൊടുക്കണം. ഇങ്ങനെ ബ്രഷ്, ഇങ്ങനെ ഒരു തരം ഇങ്ങനെ ഏതെങ്കിലും ടൈപ്പ് ബ്രഷ്
ബ്രഷ് മേടിച്ചിട്ട് അതാണ് ഏറ്റവും ബെസ്റ്റ്. മുഖത്ത് മുഴുവൻ ഈവനായിട്ട് പിന്നെ ഇത് ഇങ്ങനെ പരന്ന് നന്നായിട്ട് വലിച്ചെടുക്കാൻ സഹായിക്കും. കൈ കൊണ്ട് തേച്ചാൽ തരിതരി പോലെ അങ്ങനെ ഇരിക്കും. ഇല്ലെങ്കിൽ കണ്ടോ ഇത് നല്ല പേസ്റ്റ് പോലെ ആയിക്കോളൂ. ഇച്ചിരി ചൂടുവെള്ളത്തിൽ പാൽപ്പൊടി എന്തെങ്കിലും ഇടുക, ഇച്ചിരി ചെറു ചൂടുവെള്ളം കൂടി ഇടുക, ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യുക, ബ്രഷ് ഉപയോഗിച്ച് തേക്കുക. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഡ്രൈ ആയി കഴിയുമ്പോൾ ഒന്നോടെ ഇതിൽ ഇച്ചിരിയോടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നോടെ ഇതിങ്ങനെ തൊട്ട് തേച്ച് കൊടുക്കും. അപ്പോൾ ഒന്നോടെ അത് അബ്സോർവ് ആകും ഡൈലൂട്ടായിട്ട്. പിന്നെ ഡ്രൈ ആയി കഴിയുമ്പോൾ കഴുകിക്കളയും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ബാലൻസ് നിങ്ങൾ കലക്കിയതിൻ്റെ ബാലൻസ് ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി. പിറ്റേ ദിവസം കുറച്ച് നേരം പുറത്ത് വെക്കുക. തണുപ്പ് മാറി കഴിയുമ്പോൾ തന്നെ ചേർന്നിരുന്നു കളയേണ്ടെന്ന് ഓർത്തേനെ ഇടുക. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ബ്യൂട്ടിപരമായ സംഗതികൾ ഒത്തിരിയുണ്ട്. ഹെൽത്ത് പരമായ സംഗതികൾ നമ്മൾ മില്ലറ്റ് വയ്ക്കുന്നുണ്ട്, ഹണി വയ്ക്കുന്നുണ്ട്, പിന്നെ ഔഷധ കാപ്പി ഉണ്ട്, പിന്നെ നമ്മുടെ ഗ്രീൻ ടീ ഉണ്ട്. അങ്ങനെ കുറേ പ്രോഡക്റ്റുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ ബ്യൂട്ടി പ്രോഡക്റ്റുകൾ ഏതൊക്കെ വേണോ അതൊക്കെ ചോദിച്ചോളൂ, തരാം. നിങ്ങൾ അതുപോലെ കോക്കനട്ട് ഓയിലുണ്ട്. അങ്ങനെ ഒത്തിരി ഉണ്ട് കേട്ടോ. അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടോളൂ. ഇനി ഇത് ഡ്രൈ ആയി കഴിയുമ്പോൾ കഴുകിക്കളയും. സുഹൃത്തുക്കളെ, എണ്ണി എടുത്തു താവിനെ പറ്റി പറയുകയാണെങ്കില്ല നിർത്ത മനുഷ്യ, ഇതെടുത്തില്ലേ 2 ആത്മാക്കൾക്കും കൂടി ഉള്ളത്. അത് ചമ്മന്തി ഉണ്ടായി, ഒട്ടിപ്പൊളി മാങ്ങാ ചമ്മന്തി. ഓ എൻ്റെ നൊക്ലാച്ചിയ. ഇത് വേണ്ട, ഇത് ചിക്കൻ കറി വേറെ തവി എടുക്കാമായിരുന്നു. ആ തവിയും കൊണ്ട് എടുക്കാതെ അടുത്ത് വീഴിക്കല്ലേ. ഇനി എനിക്ക് വയ്യ അവിടെയും തുടയ്ക്കാൻ മടുത്തിയാണ്. ഇനി എനിക്കാണെങ്കിൽ അഡ്രസ്സ് എഴുതണം. ചാറ് വേണ്ട. ലുക്ക് വൈസ് എങ്ങനെയുണ്ട് ചേട്ടാ ഇന്നത്തെ ഡിന്നർ? എന്നാ പോയിക്കോ. ഇനിയിപ്പോൾ ഞങ്ങൾ അവനെന്ത് ചെയ്യും? കൊച്ചേ വിളമ്പട്ടെ. വെജിറ്റബിൾ ഇഷ്ടമില്ലാത്തവരെ വെജിറ്റബിൾ കഴിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഇങ്ങനെ ഓവനിൽ വെച്ച് ഡ്രൈ ആക്കി എടുക്കുക എന്നുള്ളത്, ഫ്രൈ ആക്കി എടുക്കുക എന്നുള്ളത്. ഒത്തിരി മസാലയൊന്നും ചേർക്കണ്ട. ജസ്റ്റ് ഒരു ചെറിയൊരു പുളിക്ക് ഇച്ചിരി സോയാ സോസും, ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് സോയാ സോസും അതുപോലെ കുറച്ച് മസാലകളും ഇട്ട് അടിപൊളിയായിട്ട് അങ്ങ് ഫ്രൈ ചെയ്യുക. ഇതാണ് എൻ്റെ ഒരു ട്രിക്ക്. എനിക്ക് വെച്ചിട്ട് അതേ സ്വഭാവമാണ്. ഒത്തിരി കറികൾ വേണം, അങ്ങനെ വലിയ ഗ്രാൻഡ് കറി വേണമെന്നൊന്നുമില്ല. എന്നാലും ഒത്തിരി കറികളുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം. അതുകൊണ്ടാണ് ഞാൻ ചമ്മന്തിയൊക്കെ ഇങ്ങനെ അരയ്ക്കുന്നത്. പപ്പടവും കൂടി ഞാൻ യൂഷ്വലി കാച്ചുന്നതാണ്. ഇന്ന് പിന്നെ ഞാൻ ചെയ്തില്ല. ഓക്കെ, ചിക്കൻ കറീൻ്റെ കൂടെ പപ്പടം കൂട്ടാൻ പറ്റില്ല എന്നൊക്കെ ഇന്നാൾ ജോയിനോട് പറഞ്ഞു. മീൻസ് ഒരു രസം ഉണ്ടാവില്ല എന്ന്. എന്നാൽ പിന്നെ അങ്ങനെ വേണ്ടാന്ന് ഞാൻ ഓർത്തു. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സ് ബാക്കിയെല്ലാം മാങ്ങാ ചമ്മന്തി, ഇതിലും ഫുൾ വെജിറ്റബിൾ ആണല്ലോ. പിന്നെ കുറച്ച് പ്രോട്ടീന് വേണ്ടിയിട്ട് ചിക്കൻ. അതാണ് ചോറ്. ഇച്ചിരി കുറച്ച് കൊടുക്കണമെന്നുണ്ടായിരുന്നു ഇന്ന്. പക്ഷേ അവന് ഭയങ്കര വിശപ്പാന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് ചോറ് അത് കിട്ടും. ഇനി ഞാൻ എനിക്കും കൂടി എടുക്കട്ടെ. എല്ലാം ക്ലീനാക്കി പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു. കുക്കിംഗ് എല്ലാം കഴിഞ്ഞു. അച്ഛനും വിളമ്പി കൊടുത്തു. അച്ഛനും കൊച്ചിനും വിളമ്പി എടുത്തു വെച്ചു. ജോയ്ക്ക് വിളമ്പി കൊടുത്തു. ജോ മോളിൽ കഴിക്കാൻ പോയിട്ടുണ്ട്. അപ്പം എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് റിലാക്സ് ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസൊക്കെ ഉണ്ടല്ലോ. എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്. അവരുടെ വീഡിയോസൊക്കെ കാണാം, അല്ലെങ്കിൽ എന്തെങ്കിലും റീൽസ് വീഡിയോസൊക്കെ കാണാം. അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന എനിക്ക് കൂടുതൽ ഇഷ്ടം. ഒന്നിച്ചിരുന്ന് കഴിക്കാം. അപ്പോൾ കോമൺ ആയിട്ട് എന്തെങ്കിലും. ജോയ്ക്ക് എപ്പോഴും കോമഡി ഷോ ആണ് ഏറ്റവും ഇഷ്ടം കേട്ടോ. എനിക്കത് അത്ര ഇഷ്ടമൊന്നുമല്ല ഈ കോമഡി ഷോ കണ്ടിന്യൂസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണം കഴിക്കുമ്പോൾ ജോയ എപ്പോഴും കോമഡി ഷോ കാണും മലയാളത്തിലുള്ളത്. അപ്പം എനിക്ക് പക്ഷേ അത് അത്രയൊന്നും ഇഷ്ടമില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്. അവരുടെയൊക്കെ പുതിയ പുതിയ വീഡിയോസ്, അല്ലെങ്കിൽ പുതിയ പുതിയ സംഭവങ്ങൾ, ഇങ്ങനെ മോട്ടിവേഷൻ, അല്ലെങ്കിൽ കുറേ ഇങ്ങനെ ബ്യൂട്ടിപരമായ കാര്യങ്ങൾ, കുക്കിങ്, ഹെൽത്ത് പരമായ കാര്യങ്ങൾ, അങ്ങനത്തെ വീഡിയോസ് കാണാനാണ് എനിക്കിഷ്ടം. അത് ജോയ്ക്ക് അങ്ങനെ അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. അങ്ങനെ അപ്പം പിന്നെ ഇങ്ങനത്തെ സംഭവങ്ങളില്ല. ഇങ്ങനെ ഒരുതരം പ്രേതമുണ്ടോ, അങ്ങനെ ബേപ്പൂർ സുൽത്താൻ എന്നൊക്കെ പറയുന്ന ആ ചാനലൊക്കെയില്ല, ആ ഒരു രീതിയിലുള്ള ചാനലുകൾ, അങ്ങനത്തെ ഏലിയൻസിനെ കുറിച്ചൊക്കെയുള്ള അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേൾക്കുന്നത്. അതിങ്ങനെ ഒത്തിരി വീഡിയോസ് ഞാനിങ്ങനെ കാണും, കേൾക്കും. അപ്പോൾ അത്തരത്തിലുള്ള കുറേ യൂട്യൂബേഴ്സ് ഉണ്ട് ഞാൻ കാണുന്നത്. അപ്പോൾ അവരുടെയൊക്കെ വീഡിയോസ് കാണുന്നതാണ് എനിക്കിഷ്ടം. അശുപച്ചിൻ്റെതായ കുറേ ഇഷ്ടങ്ങളുണ്ട്. അവൻ്റെ കുറേ എന്തൊക്കെയോ ഇംഗ്ലീഷ് വെബ് സീരീസോ എന്തൊക്കെയോ അവനെങ്ങനെ കാണുന്നതാണ്, സിനിമ, അങ്ങനത്തെ ഒക്കെ. നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടാൻ പറ്റാത്ത വിധത്തിലുള്ള കുറേ ഇങ്ങനത്തെ ഈ ജീവികളുടെ സിനിമകളില്ലേ, അങ്ങനത്തെയൊക്കെ അതെനിക്ക് ഒട്ടും ഇഷ്ടമില്ല. അതൊന്നും കാണുന്നത് ഏലിയൻസിൻ്റെ കുറേ ഒക്കെ കാണും കേട്ടോ. എന്നാലും അങ്ങനെയൊക്കെ അത് അപ്പം അവൻ്റെ ഇഷ്ടം അത് അങ്ങനെയാണ്. അപ്പം ഞങ്ങൾ പരസ്പരം ആരെയും ഡിസ്റ്റർബ് ചെയ്യില്ല. അവനവൻ്റെ ഇഷ്ടത്തിന് ഇരുന്ന് റിലാക്സ് ആയിട്ട് ഭക്ഷണം കഴിച്ചോട്ടെ എന്ന് ഓർക്കും. എനിക്ക് ഏറ്റവും ദേഷ്യം ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി റിലാക്സ് ആയിട്ട് എന്തെങ്കിലും പോകുമ്പോൾ ജോ വേണ്ടി കൊണ്ടുവരുമോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ കോമഡി ഷോ ആണെന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ദേഷ്യം പിടിക്കും. എനിക്ക് സ്വസ്ഥമായിട്ട് ഒറ്റയ്ക്ക് എൻ്റെ ഇഷ്ടത്തിന് കാണുന്നതാണ് കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്. ഇപ്പം റീസെൻ്റ്ലി ഞാൻ കാണുന്ന കുറേ നല്ല യൂട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ. അതിൽ ഒരാൾ ദീപ്തി എന്ന് പറഞ്ഞൊരു ടീച്ചർ, പുള്ളിക്കാരിൻ്റെ ലൈഫിൽ കുറേ ട്രാജഡി ആയിട്ട് എന്തൊക്കെയോ സംഭവങ്ങൾ ഇപ്പോൾ ഉണ്ട്. അപ്പം അതിനെക്കുറിച്ചൊക്കെ വീഡിയോസ് വരുന്നുണ്ടല്ലോ. അപ്പം അത് ഞാൻ ജസ്റ്റ് കേട്ടേ ഉള്ളൂ രാവിലെ.
അപ്പോൾ അതെനിക്കൊന്ന് കാണണം. അത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി രാവിലെ ആ വീഡിയോസിൻ്റെ കുറേ കണ്ടപ്പോൾ. കുറേ പേരുടെ ജീവിതത്തിൽ ഇങ്ങനെയാണ്, കള്ളുകുടിയന്മാരായ ഹസ്ബൻഡ് അങ്ങനെയൊക്കെ ഭയങ്കര ദ്രോഹം. കള്ളു കുടിച്ചിട്ട് എത്രയോ പേര് സുഖമായിട്ട് വന്ന് കിടന്നുറങ്ങി ജീവിക്കുന്നുണ്ടല്ലേ. കള്ളുകുടിയന്മാരെല്ലാം മോശം എന്ന് പറയാൻ പറ്റത്തില്ല. നന്നായിട്ട് കുടുംബം നോക്കുന്ന ചില കള്ളുകുടിയന്മാരുണ്ട്. കള്ളുകുടി മോശമാണ്, വളരെ മോശമാണ്. എന്നാൽ പോലും ചില സൈക്കോപാത്തുകളുണ്ട് ഇങ്ങനെ നാർസിസിസ്റ്റ് സ്വഭാവമുള്ള. അവരെ ഒരു തരത്തിലും ജീവിക്കാൻ, മറ്റുള്ളവരെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അനുവദിക്കത്തില്ല. അങ്ങനെ ഒരു വ്യക്തി ആ കക്ഷിന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ, കേട്ടിടത്തോളം. അങ്ങനെയൊക്കെ ഭയങ്കര ദ്രോഹം തന്നെയായിരിക്കും. മാനസികമായിട്ട് പുള്ളിക്കാരി അനുഭവിക്കുന്ന വ്യത എന്തോരം ഉണ്ടെന്ന് ഇത്രയും കാലം അനുഭവിച്ചുകൊണ്ട് എന്ത് മിടിക്കുകയാണ് അല്ലേ. പക്ഷെ അവരിങ്ങനെ ഒത്തിരി അനുഭവിക്കുന്ന അങ്ങനെ തോന്നി എനിക്ക്. അവരുടെ വീഡിയോസ് ഞാൻ കുറേയൊക്കെ റെഗുലറായിട്ട് കാണാറുണ്ട് അങ്ങനെയൊക്കെ. അപ്പോൾ അതിൻ്റെ സംഭവങ്ങളൊക്കെ കുറേ വീഡിയോസ് ഇപ്പോൾ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പകല. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കണം, കേൾക്കണം, കാണണം അങ്ങനെയൊക്കെ. അപ്പം പരിചയപ്പെടണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട്. മെസ്സേജ് വിടണം എങ്ങനെയെങ്കിലും. അപ്പം അങ്ങനെയൊക്കെ. അപ്പം ഇങ്ങനെയൊക്കെയാണ്. ഇനി അതൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് വീഡിയോസൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കണം. പിന്നെ കുറച്ച് ജോലികളും കൂടി എനിക്കിനി രാത്രിയുണ്ട്. നാളത്തേനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഫ്രീസറിൽ നിന്ന് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കണം. പിന്നെ നമുക്ക് കുറച്ച് അഡ്രസ്സ് എഴുതാനുണ്ട്, അതൊക്കെ എഴുതി വെക്കണം. പ്രിൻ്റ് എടുക്കാൻ വേണ്ടി വെച്ചെടുത്ത് കൊടുക്കണം. പിന്നെ നാളെ കുറേ പേര് ലിപ് ബാമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ പുതിയ രീതിക്ക് നമ്മൾ പിന്നെ ബീറ്റ്റൂട്ടിൻ്റെ ലിപ് കെയർ ബാം, അത് അടിപൊളി ഒരു സംഭവമുണ്ട്. അത് ഞാൻ നാളെ റെഡിയാക്കണം എന്ന് ഓർത്തിരിക്കുവാണ്. ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ കുറേ പേർക്ക് ഞാൻ കൊടുത്തല്ലോ, ലിപ് ബാമായിട്ട് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പം അതിൻ്റെ വേറൊരു പുതിയ വെർഷൻ ഞാൻ റെഡിയാക്കുന്നുണ്ട് നാളെ. അപ്പം അത് ഞാൻ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ, ഷൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. നമ്മളതിൽ ബി വാക്സ് ആണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ബീറ്റ്റൂട്ടിൻ്റെ ഉണങ്ങി പൊടിച്ച പൊടിയാണ് ഉപയോഗിക്കുന്നത്. നാച്ചുറലായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നാച്ചുറലായിട്ട് ഞാൻ മാക്സിമം ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കാം നാളെ. അപ്പോൾ ചെയ്യണം. കുറേ പേർക്ക് ഞാൻ പെൻഡിങ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അവർക്കെല്ലാം അയക്കണം എനിക്ക് എത്രയും പെട്ടെന്ന്. അപ്പം റിയലി സോറി കേട്ടോ, ഞാൻ നിങ്ങൾ കുറച്ച് 1-2 ആഴ്ചയായിട്ട് നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിച്ചു. എനിക്ക് ഒട്ടും സമയം കിട്ടാത്തതുകൊണ്ടാണ്. അത് കുറച്ച് മെനക്കെട്ട പണിയാണ്. കുറേ ടൈം എടുക്കും. വലിയ പണിയൊന്നുമില്ല, പക്ഷെ കുറച്ച് ടൈം എടുക്കും. അതാണ്. അപ്പോൾ നാളെ എനിക്കത് ഷൂട്ട് ചെയ്യണം, അത് പ്രിപ്പയർ ചെയ്യണം, പറ്റിയ ഷൂട്ട് ചെയ്യണം. എന്നിട്ട് അങ്ങനെ അത് റെഡിയാക്കണം. നാളെ കഴിഞ്ഞ് തന്നെ എനിക്കത് അയക്കാനുള്ളവർക്ക്. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ പുതിയ പിന്നെ ഓർഡർ തരുന്നുണ്ടെങ്കിൽ തന്നോളൂ. വാട്സപ്പ് നമ്പർ ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാ പ്രോഡക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാത്തവർ വാട്സപ്പിൽ മെസ്സേജ് വിട്ടോളൂ. ഒത്തിരി ബ്യൂട്ടി പ്രോഡക്റ്റും ഹെൽത്ത് പ്രോഡക്റ്റും ഉണ്ട്. പിന്നെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. വീഡിയോസ് കണ്ടു കഴിയുമ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ഷെയർ കൂടി ചെയ്യണം കേട്ടോ. കുറേ പേര് ചോദിക്കുന്നുണ്ട് നമ്മുടെ ചാനലിൽ എന്തോ വ്യൂസ് ഇല്ലാത്ത. എനിക്കും അറിയത്തില്ല എന്താണെന്ന്. ഒത്തിരി സബ്സ്ക്രൈബേഴ്സും അങ്ങനെ കൂടുന്നില്ല, വ്യൂസും കുറവ്. എന്താണെന്നറിയത്തില്ല, എന്തോ ബ്ലോക്കായി കിടക്കും പോലെ എനിക്ക് തോന്നണേ. നമ്മളങ്ങനെ ഒത്തിരി മോശമുള്ള കണ്ടന്റ് ഒന്നും നമ്മൾ ഇടുന്നില്ലല്ലോ. കുറേയൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ് തന്നെയല്ലേ ഇടുന്നത്. എന്നാലും എന്തോ ഓട്ടമൊന്നുമില്ല, എന്തെങ്കിലും ബ്ലോക്ക് ആയതായിരിക്കും. അതിനെക്കുറിച്ച് തന്നെ കുറച്ചൊക്കെ വിഷമമുണ്ട് എനിക്ക്. എന്നാലും അതിനെക്കുറിച്ചൊന്നും ഓവർ ടെൻഷൻ അടിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഒരു കാര്യത്തെക്കുറിച്ച് ഓവർ ടെൻഷൻ അടിക്കാൻ എനിക്കിപ്പോൾ താല്പര്യമില്ല. ഒത്തിരി ടെൻഷൻ അടിച്ചിട്ടുണ്ട് ഞാൻ. ടെൻഷൻ അടിച്ച് ഇതുപോലെ ഈ ടീച്ചറിൻ്റെയൊക്കെ വേറൊരു വേർഷനിലാവുന്നു എൻ്റെ ലൈഫ് കുറേ കാലങ്ങൾ അങ്ങനെ. അപ്പോൾ അതൊക്കെ ടെൻഷൻ അടിച്ച് നമുക്ക് ന്യൂറോളജിക്കൽ, ആ പുള്ളിക്കാരി പറയുമ്പോൾ ഒത്തിരി ന്യൂറോളജിക്കൽ പ്രോബ്ലം വരും നമുക്ക്. സ്ട്രെസ് കയറിയിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ബ്രെയിൻ, അതായത് അത് ഞാനൊരു ദിവസം ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ഞാൻ മെഡിക്കൽ ഫീൽഡിലുള്ളതല്ലേ. നമ്മുടെ ബ്രെയിനിലെ കുറേ ഭാഗങ്ങൾ വീർക്കാൻ തുടങ്ങും, ചീർത്ത് വീർക്കാൻ തുടങ്ങും, അതുപോലെ സ്വെല്ലാവാൻ തുടങ്ങും. അപ്പം അത്രയും പ്രശ്നങ്ങൾ നമുക്ക് വരും. ന്യൂറോളജിക്കലി നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ വരും. തലവേദന, തലകറക്കം, ഫിറ്റ്സ്, നമുക്ക് ബാലൻസ് പോവുക, പിന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ആങ്സൈറ്റി, സ്ട്രെസ്, ഡിപ്രഷൻ, നമുക്ക് താങ്ങാൻ പറ്റാത്ത വിധത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ. ഇതിൻ്റെ എല്ലാം കാരണം വേറെ ഒരാളായിരിക്കും. ഒന്നാലോചിച്ച് നോക്ക്, നമുക്കത് സ്വന്തമായിട്ട് കിട്ടേണ്ട നല്ലൊരു ലൈഫ് ഏതെങ്കിലും ഒരാളെ സെലക്ട് ചെയ്യുന്നതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ശകുനി ഉണ്ടാവും. ബന്ധുക്കളുടെ രൂപത്തിലായിട്ട്, അല്ലെങ്കിൽ അയൽക്കാരൻ്റെ രൂപത്തിലായിട്ട്. ശകുനി എന്ന് പറയുമ്പോൾ ആണോ പെണ്ണോ അങ്ങനെ ഒരാളുണ്ടാവും. അപ്പം അവർ കാരണമായിരിക്കും ഇങ്ങനെ നമ്മളെപ്പോലെ കുറേ വ്യക്തികളുടെ ജീവിതം എന്താ പറയുക, ഒരുമാതിരി പിണ്ണാക്ക് പോലെ തീരുന്നത്. എന്തൊരു കഷ്ടം. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് എന്താണോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക. ആദ്യം നമ്മൾ തകർന്ന് തരിപ്പണായി പോകും. പക്ഷേ നമ്മൾ തകർന്ന് തരിപ്പണായിട്ട് ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ ഓക്കെ മൊത്തം പരാജയപ്പെട്ടു എന്ന് ചിന്തിക്കുകയോ അല്ല ചെയ്യേണ്ടത്. നമ്മൾ അതിനെക്കുറിച്ചെല്ലാം, എന്തുകൊണ്ട് ഒരാൾ നമ്മളോട് ഇങ്ങനെ പെരുമാറുന്നു, നമുക്കല്ല കുഴപ്പം, ആ പെരുമാറുന്നവർക്കാണ് കുഴപ്പം. അവരാണ് ദുഷ്ടത, നമ്മളല്ല. അപ്പം നീ മോശമാണ്, നീ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ നമ്മളല്ല, അത് അവരുടെ മെൻ്റൽ പ്രോബ്ലം ആണ് നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ തുടങ്ങുന്നത്. അത് മനസ്സിലാക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് റിക്കവർ ആവാൻ ശ്രമിക്കുക. ഒത്തിരി കാര്യങ്ങളുണ്ട് അതിൽ റിക്കവർ ആവാൻ, ഒത്തിരി ഉണ്ട്. നമുക്കത് പറ്റും. അങ്ങനെ ആ ഒരു രീതിയിലേക്ക് നമ്മൾ നമ്മുടെ മനസ്സിനെ, ശരീരത്തെ മാറ്റണം, മനസ്സിനെ മാറ്റണം. ആ രീതിയിലേക്ക് ആക്കി കഴിയുമ്പോൾ നമ്മൾ ഓക്കെ ആവും.
അങ്ങനെയാണ്. എന്നാ വെച്ചാൽ നമ്മുടെ ബ്രെയിനിന് കുറേ കപ്പാസിറ്റി ഉണ്ട്. തകർന്നു പോകാനും അതിനെ വീണ്ടും റിക്കവർ ചെയ്ത് കൊണ്ടുവന്ന് അതേ രീതിയിലേക്ക് പഴയതിലും നന്നാക്കി റീപ്ലേസ് ചെയ്ത് നമുക്ക് റെഡിയാക്കി കൊണ്ടുവരാം. ചിന്തകളും പിന്നെ ആ ചിന്തകൾക്കുണ്ടാകുന്ന റിഫ്ലക്ഷനും റിയാക്ഷൻസും അങ്ങനെ കൊണ്ടുവരാൻ നമ്മുടെ ബ്രെയിനിലുള്ള ന്യൂറോൺസിന് കഴിവുണ്ട്. അതുകൊണ്ട് നമ്മൾ തകർന്നു പോകത്തേയില്ല. ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കുറേ സ്ട്രെസ് അടിക്കും, വേദനിക്കും. പക്ഷെ നമ്മളതിനെ മനസ്സിലാക്കി തിരിച്ച് റിക്കവറാക്കി നമ്മൾ തന്നെ വേണം. മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നേ ഉള്ളൂ, പക്ഷെ നമ്മൾ തന്നെയാണ് അതിന് സ്റ്റേബിളായിട്ട് സ്റ്റേണായിട്ട് നിൽക്കേണ്ടത്. ആർക്കും എന്നെ പരാജയപ്പെടുത്താൻ പറ്റില്ല, ഞാൻ അങ്ങനെ തകരില്ല എന്ന് ചിന്തിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ആ പുള്ളിക്കാരിനെ സംബന്ധിച്ച് പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ മാക്സിമം എഫേർട്ട് എടുക്കുന്നുണ്ട്. പുള്ളിക്കാരിയുടെ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അവരുടെ ആ ഒരു രീതിയുണ്ട്. എനിക്ക് അവരാകെ ഇഷ്ടമില്ലാത്ത അവരുടെ പട്ടിയും പൂച്ചയൊക്കെ ഇങ്ങനെ വീട്ടിൽ കൂടെ ഇങ്ങനെ അലിഞ്ഞു വരി നടക്കുന്ന സത്യം പറയാൻ എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. അതെനിക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം, അത് അവരുടെ ഇഷ്ടം, അവർ അങ്ങനെ ശീലിച്ചോണ്ട് അവർക്ക് അതിൽ പ്രശ്നമില്ല. എനിക്കൊന്നും അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല കേട്ടോ ഒരിക്കലും. നമുക്ക് പട്ടിയും പൂച്ചയൊന്നും ഇങ്ങനെ അകത്തോടെ ഇങ്ങനെ ഓവർ, പൂച്ചയൊക്കെ പിന്നെ, പക്ഷെ പട്ടിയൊന്നും അങ്ങനെ കയറുന്നത് എനിക്കിഷ്ടമില്ല. പട്ടികളൊക്കെ കുഞ്ഞുങ്ങളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ നമ്മളൊക്കെ ഒത്തിരി ചേഞ്ചായി. ആ പട്ടി എന്നുള്ള വൃത്തികെട്ട ജന്തു എന്നുള്ള ചിന്തയായിരുന്നു എനിക്ക് ആദ്യം. പക്ഷെ അശ്വം വെച്ച് പണ്ട് മുതലേ പറയാം ഭയങ്കര ഇഷ്ടമാണ് പട്ടീനെ. ഇത്രയും സ്നേഹമുള്ള അമ്മയ്ക്ക് അറിയാണ്ട് അങ്ങനെ പറയും. പക്ഷെ എനിക്കത് അങ്ങനെ ചിന്തിക്കാനേ പറ്റത്തില്ലായിരുന്നേ. പക്ഷെ ജോയ് എന്നെക്കാളും പേഴ്സായിരുന്നു എന്നുള്ളൊരു മട്ടിലായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ അവനെ സമ്മതിക്കത്തേ ഇല്ലായിരുന്നു. വൃത്തിയായിട്ട് ജന്തുവിനെ വളർത്താൻ ഞാനില്ല, ഇങ്ങോട്ടെങ്ങും കൊണ്ടുവരണ്ട, അങ്ങനെ ഒരു രീതിയായിരുന്നു കുറേ കാലം കേട്ടോ. എന്നിട്ട് ഇപ്പം ലാസ്റ്റ് ആയപ്പം എനിക്ക് തന്നെ തോന്നി അവൻ്റെ ആഗ്രഹമില്ലേ, ഞാൻ എന്തിനാ അതിന് ഓപ്പോസിറ്റ് നിൽക്കുന്നേ, ഒരെണ്ണത്തിന് മേടിക്കാം എന്നൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ നമ്മൾ മേടിച്ചു. ഈ പുള്ളിക്കാരിൻ്റെ വീഡിയോസ് കാണാൻ തുടങ്ങി. അതും എന്നെ കുറേ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ മേടിച്ചു. ദൈവം മേടിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പം ഡിയോണയും നമ്മുടെ ഐറയും നമ്മുടെ മനസ്സിന് വരുത്തിയേക്കുന്ന ചേഞ്ചസ് പറഞ്ഞ് വിശ്വസിക്കത്തില്ല. അത്രയും നമുക്ക് ചേഞ്ചസ് തന്നു. ഇപ്പം എനിക്ക് സങ്കടം വരും. ഇത്രയും കാലം നമ്മൾ വളർത്തിയില്ലല്ലോ, ഇത്രയും കാലം നമ്മൾ ഇതിൻ്റെ കെയർ സ്നേഹം ഒന്നും കൊടുത്തില്ലല്ലോ അവർക്ക്. അവരുടെ ആ ഒരു എന്ത് രസമാണെന്നറിയോ ഇതുങ്ങളെ വളർത്താൻ. എന്തൊരു എന്താ പറയുക, നമ്മുടെ അന്തരീക്ഷമേ മാറും. അത്രയ്ക്ക് നമുക്ക് അറ്റാച്ച്മെൻ്റ് ആകും. അത്രയ്ക്ക് ഇവർക്ക് നമ്മുടെ അന്തരീക്ഷം മാറ്റാനുള്ള കഴിവുണ്ട് ഒരു കുഞ്ഞിന് മുതൽ. അപ്പോൾ അത് വളർന്നു വരുന്ന ഓരോ സമയം അങ്ങനെ തന്നെയായിരിക്കില്ല. ഇപ്പം എനിക്ക് ഭയങ്കര ക്രൈസായി. എനിക്ക് ഒരു 4 പട്ടീനെ വേണമെന്നൊക്കെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചിന്തിക്കും കേട്ടോ. അങ്ങനെ ഞാൻ പറയും. ഇപ്പം ഇപ്പം ജോയാണെങ്കിലും അശ്വനാണെങ്കിലും അത് എഗ്രീഡാണ് കേട്ടോ. ഞാൻ എപ്പോഴും പറയും നമുക്ക് 4 വശത്ത് വരെ കൂട് വേണം, അത്രയും പട്ടികളെ വളർത്തണം, അങ്ങനെയുള്ള രീതിക്ക് കേട്ടോ. അത്രയും എനിക്ക് ഇഷ്ടം. പക്ഷെ എനിക്ക് അകത്തൊന്നും കയറ്റാൻ പറ്റത്തില്ല കേട്ടോ. ഒന്നും ഒരിക്കലും എനിക്ക് ഉൾക്കൊള്ളാനും പറ്റില്ല. ഞാൻ അങ്ങനെ ചെയ്യത്തുമില്ല. എനിക്ക് അതൊന്നും പറ്റത്തില്ല. എത്രയ്ക്കാണെങ്കിലും ഇവർക്ക് നമ്മൾ എത്രയൊക്കെ കെയർ കൊടുത്താലും കുളിപ്പിച്ചാലും ഒക്കെ അവർക്ക് അവരുടേതായ ഒരു സ്മെല്ലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മളിങ്ങനെ അത്രയൊന്നും വിശാലമായിട്ട് എൻ്റെ മൈൻഡ് വളരാൻ പോകുന്നില്ല. പക്ഷെ ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് അടുത്തിരുത്താനും തലോടാനും നമുക്ക് പുറമേ കെയർ ചെയ്യാനും മുറ്റത്തോടെ കൊണ്ട് നടക്കാനും ഒക്കെ. പിന്നെ അവർ നമ്മളെ കാത്തിരിക്കുന്ന ആ ഒരു കാത്തിരിപ്പ് ഭക്ഷണമൊക്കെ ആയിട്ട് ചെല്ലുമ്പോഴത്തേക്കും നമ്മളെ ആഗ്രഹിച്ചുകൊണ്ട് അവർ ഫുൾ ടൈം കൂട്ടിലിരിക്കണം. നമ്മൾ ചെല്ലണം അവരെ എടുത്തോട്ട് ചെല്ലണം എന്നുള്ള ഒരു രീതിക്കാണ് ഐറയും ഡിയോണും ഇരിക്കുന്നത്. എനിക്കിവിടെ കിച്ചണിൻ്റെ അപ്പുറത്ത് തന്നെ ഞാൻ അവർക്ക് കൂടുണ്ടാക്കിയേക്കണം. അതുകൊണ്ട് കിച്ചണിൻ്റെ ഡോർ തുറന്നിട്ട് ഞാൻ എപ്പോഴും ഒരു വർത്താനം പറയും. അപ്പം നമ്മളൊന്ന് വിളിച്ചാൽ മതി, ഒട്ടനെ അവർ അലേർട്ടായിട്ട് പിന്നെ അവരുടെ രീതിയിൽ നമ്മളോട് സംസാരിക്കാണ്. അങ്ങനെ എന്ത് രസമാണെന്നറിയോ, ഒന്നും പറയണ്ട. ഇത്രയും പട്ടികളെ ഇഷ്ടമില്ലാത്ത ജോയുടെ ചേഞ്ചസ് ഞാൻ ഇപ്പം മിക്ക വീഡിയോയിൽ ഞാൻ കാണിക്കുന്നില്ലേ. എനിക്ക് തന്നെ അത് ഭയങ്കര സന്തോഷം. അതുകൊണ്ടാണ് ഞാനത് കുറേ ഷൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷം. ഇനി ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് പണികളും കൂടി ചെയ്ത് ഫ്രിഡ്ജിൻ്റെ പുറമൊക്കെ ഒന്ന് തുടച്ചു വെക്കണം. എല്ലാ ദിവസവും ഫ്രിഡ്ജിൻ്റെ പുറമൊക്കെ അപ്പം ഒന്ന് തുടച്ചിടുക. അതുപോലെ കിച്ചൺ സ്റ്റൗവിൻ്റെ ഏരിയ ഒക്കെ അന്നൊന്ന് ക്ലീൻ ആക്കിയിടുക. അത്യാവശ്യം ഇവിടെ ഒക്കെ ഒന്ന് ഫ്ലോറൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടാൽ പിന്നെ നമുക്ക് എപ്പോഴും ഇങ്ങനെ വൃത്തികേടായിട്ട് തോന്നത്തില്ല. കിച്ചൺ നല്ല നീറ്റായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് തന്നെ ഫീൽ ചെയ്യാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് പിറ്റേ ദിവസമാണെങ്കിൽ കുക്ക് ചെയ്യാൻ എണീറ്റ് വരുമ്പോൾ സന്തോഷമായിരിക്കും കിച്ചണൊക്കെ കാണുമ്പോൾ. അങ്ങനെ അടിപൊളിയായിട്ട് കിടക്കണ കാണുമ്പോൾ ഒത്തിരി ആർപ്പാടൊന്നും വേണമെന്നില്ല. ഉള്ളത് വൃത്തിയായിട്ട് എൻ്റെ അമ്മയൊക്കെ ചെറുപ്പത്തിൽ പറയാമെന്ന്, ചാണാൻ മെഴുകിയ വീടാണെങ്കിലും തറയാണെങ്കിലും മതി, അത് പക്ഷേ വൃത്തിയായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചാണാൻ മെഴുകി വൃത്തിയായിട്ട് ഇട്ടാൽ മതി. ഏറ്റവും ഭംഗി അങ്ങനെയുള്ള വീട്ടിൽ താമസിക്കാനുള്ള ഏറ്റവും സന്തോഷം സമാധാനം. പിന്നെ കുട്ടിലാണെങ്കിലും വൃത്തി ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും. അങ്ങനെ അമ്മ എപ്പോഴും പറയുന്നേക്കാം. അങ്ങനെയായിരുന്നു എൻ്റെ അമ്മയ്ക്ക്. ഒത്തിരി വൃത്തിയാണ് പുള്ളിക്കാരി. ഇങ്ങനെ നമ്മൾ ഈ ടവലില്ലേ കിച്ചണിൽ ഇരിക്കുന്നത് കഴിക്കലാന്ന് നമ്മൾ പറയും. അതുപോലും എവരുടെ കഴുകി ഉണങ്ങി വെയിലത്തിട്ട് ഉണങ്ങി മടക്കി അങ്ങനെ അടുക്കി വെച്ച് അങ്ങനെ എവറിത്തിങ് പുള്ളിക്കാരിക്ക് ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ഉണ്ട്. അതൊക്കെ കണ്ടു വളർന്നുകൊണ്ടായിരിക്കാം എനിക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ആ ഒരു രീതി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ തന്നെ എനിക്കും എല്ലാ കാര്യത്തിനും ഒരു അറേഞ്ച്മെന്റ് അങ്ങനെയാണ് എനിക്കിഷ്ടം.
അപ്പം അങ്ങനെ അപ്പോൾ ബാക്കി എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നാളത്തേനോടൊന്ന് റെഡിയാക്കിയിട്ട് നേരെ കിടന്നുറങ്ങും. കുറച്ച് നേരം വീഡിയോസും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടേ കിടന്നുറങ്ങുള്ളൂ. എന്നിട്ട് ഉറങ്ങും. നാളെ വെച്ചിട്ട് ക്ലാസ് ഉണ്ട്. അപ്പോൾ രാവിലെ എണീക്കണം. രാവിലെ എണീറ്റ് അങ്ങനെ അവന് ഒത്തിരി ഡിമാൻഡൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഓക്കെയാണ് കേട്ടോ. രാവിലെ ഒന്നും ഇല്ലേല് കുറച്ച് ബ്രെഡൊക്കെ ഉണ്ടാവും. ആ ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും തേച്ച് കൊടുത്താൽ മതി. ഹണി ഒന്ന് തേച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ പീനട്ട് ബട്ടർ ഉണ്ടാവും. പീനട്ട് ബട്ടർ അത്ര ഹെൽത്തി ഒന്നും അല്ല കേട്ടോ. ഒന്നും ആരും മേടിക്കണ്ട. എന്നാലും ഞാൻ മേടിച്ചിട്ടുണ്ട് എമർജൻസിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അതൊന്ന് തേച്ച് കൊടുത്താൽ അവൻ ഓക്കെ. അത് കഴിച്ചിട്ട് അവനങ്ങ് പോയിക്കോളൂ. ഒട്ടും ഡിമാൻഡില്ലാത്ത കൊച്ചാണ് ആശംസിച്ചു. പറയും ഒരു ടേസ്റ്റ് ഇല്ലല്ലോ, അല്ലെങ്കിൽ വിശപ്പ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറയും. പക്ഷെ അത് നമ്മൾ ഹർട്ട് ചെയ്യുന്ന രീതിക്കല്ല. അതുകൊണ്ട് ഒത്തിരി സമാധാനമുണ്ട്. എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ഇനി ഒന്നുമില്ല. ചില ദിവസങ്ങൾ അവൻ എണീറ്റ് വരുമ്പം ഞാൻ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. എണീറ്റ് വന്നു കഴിയുമ്പോൾ ഞാൻ അവനോട് പറയും, കൊച്ചോ ഒന്നുമില്ലല്ലോ, കൊച്ചോ അവിടുന്ന് എന്തെങ്കിലും കഴിച്ചോളൂ എന്നിരിക്കും. ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവനങ്ങ് പോകും. അങ്ങനെയാണ്. അപ്പോൾ പിന്നെ കോളേജിൽ നിന്ന് ക്യാൻറ്റീൻ ഉണ്ടല്ലോ, അവിടുന്ന് എപ്പോഴെങ്കിലും ആയിരിക്കും കഴിക്കുന്നത്. ചില ദിവസങ്ങളിൽ അങ്ങനെയാണ്. ഒരു കംപ്ലൈൻറ്റും പറയത്തില്ല. അങ്ങനെയൊക്കെയാണ് പുള്ളിക്കാരൻ. അങ്ങനെ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ. ഇനിയിപ്പം ഞാൻ കഴിക്കട്ടെ കേട്ടോ. നന്നായിട്ട് വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. കഴിച്ചിട്ട് ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഞാൻ മിക്കതും ഞാനിങ്ങനെ ഷൂട്ട് ചെയ്ത് വെക്കും കേട്ടോ. പിന്നെ ഓവർ വോയിസ് കൊടുക്കാമെന്ന് ഓർക്കും. പക്ഷേ എഡിറ്റിംഗ് ആണ് എനിക്ക് ഒട്ടും സമയം കിട്ടാത്ത. ബാക്കി ജോലികളെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് തളരും. നമുക്ക് പിന്നെ കിടക്കയിലൊന്നും നീണ്ടു വെറുതെ കിടന്നാൽ മതി എന്നാവും. അങ്ങനെ ആകുമ്പോൾ എന്നിട്ട് അന്നേരം പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള മൂഡ് പോകും. ബാക്കി വീഡിയോസ് കാണാനുള്ള ത്രില്ലാവും എനിക്ക്. അങ്ങനെ വീഡിയോസ് കണ്ട് ഉറങ്ങാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. റീൽസ് കാണുക, വീഡിയോസ് കാണുക, അങ്ങനെ ഞാൻ ഉറങ്ങി പോവുക. അതാണ് എനിക്ക് ഏറ്റവും സമാധാനം. എങ്ങനെ അപ്പം പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടത്തില്ല. അതൊരു പ്രശ്നം. ഒത്തിരി ഞാൻ ക്ലിപ്പുകൾ എടുത്ത് വെക്കുന്നുണ്ട് ആക്ച്വലി. പിന്നെ കുറേ കഴിയുമ്പോൾ എനിക്ക് ബോറടിച്ചിട്ട് കുറേ നാൾ കഴിയുമ്പോൾ നമ്മുടെ ഗാലറിയൊക്കെ കംപ്ലീറ്റ് ആകുമ്പോൾ അത് പിന്നെ ഞാൻ ഡിലീറ്റ് ആക്കി കളയും. അങ്ങനെയൊക്കെയാണ്. എഡിറ്റ് ചെയ്യാൻ സത്യം പറയാൻ സമയം കിട്ടാത്തതുകൊണ്ട് എനിക്ക് ഒത്തിരി വീഡിയോസ് ഇടാൻ പറ്റാതെ പോകുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ്. എനിവേ കുറച്ചും കൂടി കഴിയുമ്പോൾ എല്ലാം അറേഞ്ച്ഡ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് പണ്ടത്തെ പോലെ അങ്ങനെ അത്രയും ഒരു എനർജിയോ അത്രയും ഒരു ഇതോ ഒന്നും നമുക്ക് ഏജ് കൂടുന്നതിൻ്റെ ആയിരിക്കും. അല്ലെങ്കിൽ എന്തോ എനിക്ക് അത്രയൊന്നും പറ്റുന്നില്ല ശരിക്കും പറഞ്ഞാൽ. പണ്ടിങ്ങനെയല്ല, നമ്മൾ രാവിലെയും രാവും പകലും ജോലി, എപ്പോഴും ഓൺ കോൾ വരും. രാത്രി 1, 2, 3 കേസ്. ഉറങ്ങുന്നത് 2-3 മണിക്കൂർ കഷ്ടിച്ചാൽ ചിലപ്പോൾ ഉറങ്ങാത്തേ ഇല്ല. പിറ്റേ ദിവസവും പിന്നെ ഫുൾ ഡ്യൂട്ടി ജോലി. അന്നൊന്നും എനിക്ക് ഇത്ര ക്ഷീണോ ഇതൊന്നും തോന്നിട്ടില്ല. ഇപ്പം എന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി വർക്ക് ഇല്ലെങ്കിൽ പോലും നമുക്ക് രാത്രിയൊക്കെ കറക്റ്റ് ടൈമിൽ നമ്മൾ ഉറങ്ങിപ്പോകും. ആ രീതിയിലേക്കായി പോകും. അങ്ങനെയൊക്കെയാണ്. ഏജ് കൂടുന്നതിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണെന്നറിയത്തില്ല. മേ ബി അന്ന് നമ്മൾ ഒത്തിരി സ്ട്രെസ് അടിച്ച് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഉറക്കം ഇല്ലാതെ ആയി പോയതുകൊണ്ടായിരിക്കും അങ്ങനെ നുറയെ നിന്ന് ജോലി ചെയ്തത്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമ്മൾ കുറച്ചും കൂടി റിലാക്സ്ഡ് ആയതുകൊണ്ടായിരിക്കാം നമുക്ക് അത്രയും ഒന്നും. മാത്രമല്ല കുറച്ച് വേണ്ടാന്നൊരു തോന്നൽ എനിക്കുണ്ടോ. എന്തിനാ ഇത്ര ഓവർ കഷ്ടപ്പെടുന്നത്, മതി അങ്ങനെയൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട്. എന്തിനാ ഇത്ര ഓവർ സ്ട്രെസ് എടുത്ത് ഓവർ ടെൻഷൻ അടിച്ച് അങ്ങനെ ചിന്തയും കൂടി എൻ്റെ മനസ്സിലുണ്ട്. റിലാക്സ് ആയിട്ട് മതി. ഓവർ ഇങ്ങനെ കുറേ വീഡിയോസ് ഇട്ട് കുറേ പൈസ ഉണ്ടാക്കുക അങ്ങനെയുള്ള ചിന്തകളൊന്നും എൻ്റെ മനസ്സിലില്ല ഇപ്പോൾ. അതുകൊണ്ടും കൂടിയായിരിക്കും. റിലാക്സ്ഡ് ആയിട്ട് കുറച്ച് സമാധാനത്തോടെ 1-2 വീഡിയോ ആണെങ്കിലും സമാധാനത്തോടെ ഇട്ടാൽ മതി എന്നൊക്കെ ഒരു ചിന്ത ഉള്ളതുകൊണ്ടായിരിക്കാം. കുറേ പേര് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ കേട്ട് കണ്ട്. കാരണം ഞാൻ വെയിറ്റ് ചെയ്യാറുണ്ട് യൂട്യൂബേഴ്സിന്. എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോൾ പോലും എനിക്കിഷ്ടപ്പെട്ട യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ കാണാൻ പോകും. അങ്ങനെയാണ്. എന്നിട്ട് ഇങ്ങനെ കണ്ട് റിലാക്സ് ആയിട്ട്. അപ്പോൾ ഇതൊരു രസമാണ്. എനിക്കറിയാം ഇങ്ങനെ വീഡിയോസൊക്കെ കണ്ട് നമ്മുടേതായ ജോലികൾ ചെയ്യുമ്പോൾ നമുക്കൊരു മെൻ്റൽ റിലാക്സേഷനും പണികളൊക്കെ ചെയ്യാനൊരു ഉത്സാഹം കിട്ടും. ഓരോരുത്തർ ചെയ്യുന്നതും കാണിക്കുന്നതും കേൾക്കുന്നതൊക്കെ കാണുമ്പോൾ. അല്ലെങ്കിൽ ഹെൽത്ത് പ്രൊഡക്റ്റുകൾ കുറച്ച് മില്ലറ്റൊക്കെ എന്തായാലും എല്ലാവരും കഴിച്ചു തുടങ്ങണം. അത്ര ഹെൽത്തി ആയിട്ടുള്ള സംഗതികളാണ്. നിങ്ങളതിൽ കുറച്ച് പച്ചരി കൂടി ആഡ് ചെയ്തിട്ട് കുറച്ച് ഇത്രയും പൈസ കൊടുത്ത് മേടിക്കുമ്പോൾ കുറച്ച് ദിവസം കൂടി കൂട്ടി കിട്ടാൻ പാകത്തിന് അങ്ങനെ ആഡ് ചെയ്തോളൂ. പിന്നെ അതിലേക്ക് നിങ്ങൾക്ക് എന്ത് വേണേൽ ആഡ് ചെയ്യാം. പുറമേ നിന്ന് മേടിക്കുന്ന ഇപ്പോൾ ഉഴുന്നോ പിന്നെ അതുപോലെ എന്താ പയറുവർഗ്ഗങ്ങളോ അങ്ങനെ ഇപ്പം മുതിര അതൊക്കെ ആഡ് ചെയ്യാം. പിന്നെ അങ്ങനെ കുറേ ഇങ്ങനെ ഗ്രെയിൻസ് ഉണ്ടല്ലോ, പയറുവർഗ്ഗങ്ങൾ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെ നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെങ്കിൽ ആഡ് ചെയ്യാം. എന്നിട്ട് ആഡ് ചെയ്തിട്ട് പച്ചരിയും കൂടി ആഡ് ചെയ്ത് മിക്സ് ആക്കി ഇപ്പം 1 കിലോ മില്ലറ്റ് മേടിച്ചാലും അതിൽ 4-5 കിലോയൊക്കെ വരെ ആക്കാം. പല സാധനങ്ങൾ ആഡ് ചെയ്ത് എന്നിട്ട് നിങ്ങൾ ഈ രീതിക്ക് ദോശ ഉണ്ടാക്കി നെയ്യൊക്കെ പരട്ടി ദോശ ഉണ്ടാക്കി കഴിക്കുക. അടിപൊളിയായിരിക്കും ഹെൽത്തിന്. കാർബോഹൈഡ്രേറ്റ് അതായത് അരിയൊക്കെ കുറച്ചിട്ട് ബാക്കിയുള്ള ഗ്രെയിൻസ് കൂടെ കുറച്ച് അരിയും കൂടി വേണം കേട്ടോ. തീരെ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കാൻ പാടില്ല. നമുക്ക് എനർജി വേണം. അപ്പോൾ അങ്ങനെ എല്ലാം കൂടി മിതമായിട്ട് ആ രീതിയിൽ. ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളൊക്കെ എന്തായി എല്ലാവരും വിശേഷങ്ങളൊക്കെ പറയണം കേട്ടോ. വാട്സപ്പിൽ എനിക്ക് ഒത്തിരി വിശേഷങ്ങൾ എനിക്ക് എല്ലാവരും എഴുതി അറിയിക്കാറുണ്ട്. വിശേഷങ്ങൾ പറയാറുണ്ട്, സങ്കടങ്ങൾ പറയാറുണ്ട്. ചിലവരുടെയൊക്കെ വിഷയങ്ങളും സങ്കടങ്ങളും കേൾക്കുമ്പോൾ ഈ ടീച്ചറെ പോലെയുള്ള എത്രയോ പേര് എനിക്ക് മെസ്സേജ് വിടുന്നതെന്നറിയോ. നമുക്ക് വിഷമോ പറയാൻ പറ്റുന്നതിന് മാക്സിമം നമ്മളവരെ സമാധാനിപ്പിക്കും.
വീണ്ടും വീണ്ടും നമ്മൾ റിപ്പീറ്റ് വിശേഷങ്ങളൊക്കെ ഇടയ്ക്ക് അന്വേഷിക്കും, തിരക്കും. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, എന്ത് ചെയ്യാൻ പറ്റും. ഞാനും ഒത്തിരി ഇത്തരം വിഷമങ്ങളിലേക്കൂടെ കടന്നു പോയതുകൊണ്ടുകൊണ്ട് പലതരം പ്രശ്നങ്ങൾ, ഇതുപോലെ കള്ളുകൂടിയ പ്രശ്നങ്ങളൊന്നും അല്ല ഞാൻ അഭിമുഖീകരിച്ചിട്ടുള്ളത്. അങ്ങനെ ഒത്തിരി ഒരാളിൽ നിന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നു എൻ്റെ ചുറ്റും നിന്ന് ഒത്തിരി പേരെന്നെ ഒത്തിരി ദ്രോഹിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഒരു കാലഘട്ടം മുഴുവനും എന്താ പറയാ, ഇപ്പം ജാതകമൊക്കെ നോക്കുകയാണെങ്കിൽ ശനിദശ എന്ന് പറയില്ലേ, 7.5 ശനി എന്ന് പറയില്ലേ, അതുപോലെയൊക്കെ പറയും പോലെ കണ്ടക ശനി കൊണ്ടേ പോകുള്ളൂ എന്നൊക്കെ പറയും പോലെ ഒരു കാലഘട്ടങ്ങൾ വർഷങ്ങളോളം ദുരിതങ്ങൾ മാത്രമായിരുന്നു എനിക്ക്. അങ്ങനെ ദുരിതവും ദുഃഖവും വിഷമങ്ങളും ഒന്ന് തിരുമ്പോൾ ഒന്ന് എല്ലാ സ്ട്രെസ്സും ഒക്കെ ആയിട്ട് അതിനെയൊക്കെ ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരു പോയിന്റിൽ പോലും ഞാൻ ഒത്തിരി വിഷമിക്കും, തളരും, വീഴും, കരയും, വിഷമിക്കും. പക്ഷെ ഞാൻ തന്നെ ഉയർത്തെഴുന്നേൽക്കുമായിരുന്നു. നമ്മൾ തന്നെ അങ്ങനെ തകർന്നു പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു നേച്ചർ അത് തന്നെയാണ്. നമ്മൾ തന്നെ തിരിച്ച് നമ്മൾ ആ ഒരു രീതിയിലേക്ക്, ഒരു ദുഃഖം വരുമ്പോൾ വേറെ ഒരു സന്തോഷം അതിൻ്റെ ഓപ്പോസിറ്റ് കണ്ടെത്താൻ ശ്രമിക്കും. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ വെറും ഒരു പാവപ്പെട്ട വീട്ടിലെ പാവപ്പെട്ട കൊച്ചായിരുന്നു ഞാൻ. പക്ഷെ എനിക്ക് ഇപ്പോഴുള്ള ഒരു സ്ഥിതിയിലേക്ക് എല്ലാം എനിക്ക് നേടിയെടുക്കാൻ പറ്റിയ എൻ്റെ ദുഃഖങ്ങൾ കാരണമായിരുന്നു. ഓരോ ദുഃഖങ്ങളെ ഓവർകം ചെയ്യാൻ വേണ്ടി ഞാൻ ഓരോരോ ഡ്രീമിലേക്ക് പോകും. അപ്പോൾ ആ ദുഃഖങ്ങൾ മറക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ഡ്രീമിലേക്കും എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്ത് പൈസയൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് നോക്കി വെച്ച് ഓരോരോ സംഗതികൾ മേടിച്ച് അങ്ങനെ എത്തിയതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം കുറേ പേർക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. ഞങ്ങളുടെ ബന്ധുക്കളിൽ തന്നെ ഇവൾക്ക് ഇതുപോലെയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ ദുഃഖങ്ങളാണ് നമ്മളെ വളർത്തുക. എപ്പോഴും നമുക്ക് സന്തോഷമാണ്. നമ്മളെപ്പോഴും താങ്ങാൻ ആളുണ്ടെങ്കിൽ തൂങ്ങൽ കൂടുമെന്ന് പറയില്ലേ, അതുപോലെ നമ്മളെപ്പോഴും ഇങ്ങനെ താരാട്ട് പാടി പൊന്നു പോലെ കൊണ്ട് നടക്കാൻ ചുറ്റും ഒത്തിരി പേര്, ഒത്തിരി പൈസ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ പൊതുവെ നമുക്ക് പിന്നെ ഒന്നിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഒരു ഡ്രീമിലേക്ക് പോകത്തില്ല ഒന്നും. പിന്നെ ഇങ്ങനെ ചത്തുകുത്തി അങ്ങനെ ജീവിച്ച് കുറേ ഫുഡ് കഴിച്ച് ചുമ്മാ റിലാക്സ് ആയിട്ടിരുന്ന് അങ്ങനെ പോകും. പക്ഷേ നമ്മളെ പോലെയൊക്കെ ഉള്ള ഒരു സാധാരണക്കാര് ഒത്തിരി ദുഃഖങ്ങൾ വരുമ്പോൾ നമ്മളതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മുടേതായ ഡ്രീമിലേക്ക് പോകണം. എന്നിട്ട് അതിന് വേണ്ടി പരിശ്രമിക്കണം. അപ്പോൾ ഇപ്പുറത്തെ ദുഃഖം നമ്മൾ മറന്നേ പോകും, കുറയും. നമ്മൾ മൈൻഡ് ചെയ്യാതെ അങ്ങനെ വിട്ടിട്ട് അങ്ങനെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ ദുഃഖവും ഒഴിവായി കിട്ടും. പ്ലസ് അപ്പുറം നമ്മൾ സ്വയം അധ്വാനിച്ച് സ്വന്തം ഉണ്ടാക്കിയ ഒത്തിരി സംഗതികൾ ആ ഒരു രീതിയിൽ വരുമ്പോൾ നമുക്ക് ഭയങ്കര ആത്മാഭിമാനത്തോടെ സ്വസ്ഥമായിട്ടിരിക്കാനും പറ്റും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതങ്ങൾ. എൻ്റെ ജീവിതത്തിലുണ്ടായ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ഇടയ്ക്ക് എപ്പോഴെങ്കിലും വീഡിയോസ് ആയിട്ടൊക്കെ ഓരോരോ കാര്യങ്ങൾ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അതൊരു എന്താ പറയുക ഇതാകും. എങ്ങനെയൊക്കെ നമുക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റും, പല സംഗതികൾ എങ്ങനെയാണ് നമ്മൾ ബോൾഡായിട്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ദുഃഖങ്ങളെ അതിജീവിക്കേണ്ടത് എന്നൊക്കെ എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയാം കേട്ടോ. ഒത്തിരി ദുഃഖങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അശ്വൻ കൊച്ചിനെ ഡെലിവറി ആവാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പം എൻ്റെ കയ്യിൽ വണ്ടിക്കൂലിക്ക് പൈസയില്ല, ഓട്ടോയ്ക്ക് കൊടുക്കാൻ പൈസയില്ല. അപ്പം ഓട്ടോ വിളിച്ചിട്ട് നടു റോഡിൽ ഹോസ്പിറ്റൽ, കൽപ്പറ്റ പിന്നെ ഒരു ഹോസ്പിറ്റലാണ് ഞാൻ പോയത്, KJ മെഡിക്കൽസ് എന്ന് പറഞ്ഞിട്ടൊരു ഹോസ്പിറ്റല്. ഇപ്പോഴത്തെ വയനാട്ടുകാർക്കറിയാം, ഇപ്പോഴത്തെ KJ മെഡിക്കലിൻ്റെ സ്ഥലത്തല്ല അന്നത്തെ ഹോസ്പിറ്റല്, പഴയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത്. അപ്പോൾ ടൗണിൻ്റെ തൊട്ട് മുകളിൽ അവിടെ നിർത്തി ഓട്ടോക്കാരൻ. എന്നിട്ട് ഓട്ടോക്കാരൻ എന്നോട് പറഞ്ഞു, എൻ്റെ കൂടെയുള്ളവരോട് കൂടി പറഞ്ഞു, എൻ്റെ എക്സ് മദർ ഇൻ ലോ ഉണ്ടായിരുന്നു കേട്ടോ കൂടെ. അപ്പം പറഞ്ഞു, അന്നത്തെ കാലത്ത് എനിക്ക് വ്യക്തമായിട്ട് എനിക്ക് ഓർമ്മയില്ല അയാൾ എത്ര എന്നോട് ചോദിച്ചെന്നുള്ളത്. എന്നാലും അന്നത്തെ കാലത്ത് എത്രയോ വർഷമായി, ഇപ്പം അവന് ഇത്ര വയസ്സായില്ലേ, അപ്പം 175 200 രൂപ അത്രയും മതി നമുക്ക് ഓട്ടോക്കൂലി. ഇവിടുന്ന് കൽപ്പറ്റ വരെ, ഇവിടുന്നല്ല, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ നിന്ന്, കാര്യമ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ട്, കണ്ണാശുപത്രിയായിരുന്നു, അവിടുത്തെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അവിടുന്ന് എന്നെ കൂട്ടിയിട്ട് പിന്നെ 8ാം മാസത്തിലേക്ക് പെയിൻ തുടങ്ങി. അപ്പോൾ 8ാം മാസത്തിൽ പെയിൻ തുടങ്ങിയിട്ട് ഭയങ്കരമായിട്ട് ബ്ലീഡിങ് അങ്ങനെയൊക്കെ. അപ്പം ഓൾറെഡി പിന്നെ എന്താ പ്രഗ്നൻസി ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു കേട്ടോ. എൻ്റെ യൂട്രസും ഒക്കെ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു. എന്നിട്ട് പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഇല്ല കൊടുക്കാൻ. എൻ്റെ കൂടെ വന്നയാൾ പൈസ കൊടുക്കത്തില്ല. അങ്ങനെ മദർ ഇൻ ലോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പുള്ളിക്കാരിൻ്റെ കയ്യിൽ ഒറ്റ പൈസ ഇല്ല. അന്ന് ആ രീതിക്ക് നിൽക്കുക. പുള്ളിക്കാരി ഒത്തിരി നല്ല സ്ത്രീയായിരുന്നു കേട്ടോ അവർ. അപ്പം എന്നെക്കാളും അവർ ചമ്പ് കൂട്ടും. ശരിക്കും നമ്മുടെ മദർ പോലെ തന്നെ ഞാനവിടെ എൻ്റെ ആ ജീവിതം അവിടെ നിന്ന് പോയ അത്രയും കാലം അവരെന്നെ എൻ്റെ ഓൺ മദർ പോലെ തന്നെ എന്നെ ട്രീറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. അന്നും ഇന്നും അവർക്ക് ആ ഒരു ഇതുണ്ടാവും എന്തായാലും എന്നോട് എനിക്കറിയാം. അപ്പം എന്നിട്ട് പിന്നെ ഈ ഒരു എൻ്റെ കയ്യിൽ ആകെ എന്ന് 40 രൂപയും കണ്ട് എൻ്റെ ബാഗിനകത്തുള്ളൂ. അപ്പോൾ ഇദ്ദേഹം ബാക്കി ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിൽ പൈസ കൊടുക്കാനില്ല. എന്നിട്ട് എൻ്റെ കൂടെയുള്ള ആൾ, പക്ഷെ അന്ന് എന്നെ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്.
അപ്പം പിന്നെ കൊടുക്കില്ല. എൻ്റെ ഹസ്ബൻഡ് അന്ന്, എൻ്റെ എക്സ് ഹസ്ബൻഡ് അന്ന് കൂടെ ഇല്ല, പുള്ളി എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് പോയേക്കുമായിരുന്നു. അപ്പം അന്ന് നമുക്ക് ആർക്കും ഫോണില്ല, ആകെയുള്ള ലാൻഡ് ഫോണാണ്, നമുക്ക് വിളിക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ എന്നിട്ട് പിന്നെ കൂടെയുള്ള ആൾ കൊടുത്തില്ല പൈസ. ആ കക്ഷിയുടെ കയ്യിൽ പൈസ ഉണ്ടെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം, പക്ഷെ കൊടുത്തില്ല. എന്നിട്ട് ആ ഓട്ടോക്കാരൻ അവിടെ നിന്ന് ആ റോട്ടിൽ നിന്ന് കെഞ്ചുക, പ്ലീസ് പ്ലീസ് ചേട്ടാ എനിക്ക് ഇച്ചിരി പൈസ താ, എനിക്ക് പെട്രോൾ ഇല്ല, എൻ്റെ കയ്യിൽ തിരിച്ചു പോകാൻ എനിക്ക് പെട്രോൾ ഇല്ല, ഞാൻ പെട്രോൾ അടിക്കട്ടെ, എനിക്ക് ഇച്ചിരി പൈസ താന്ന്. അപ്പോൾ കൂടെ വന്ന ആൾ പറഞ്ഞു അവിടെ ഹസ്ബൻഡിനോട് ചോദിച്ചോളാൻ, എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചോളാൻ. അപ്പം അയാൾ പറയുന്നുണ്ട് ഓക്കെ ഞാൻ ഹസ്ബൻഡിനോട് മേടിച്ചോളാം, അവരെ ഹസ്ബൻഡിനോട് മേടിച്ചോളാം, പക്ഷെ എനിക്ക് അവിടം വരെ പെട്രോൾ അടിക്കാനുള്ള പൈസ താ ചേട്ടാ, പ്ലീസ് ഒരു 100 രൂപയെങ്കിലും താന്ന്. കൊടുത്തില്ല. അങ്ങനെ അപ്പം ഞാൻ പ്രിമച്ചർ ബേബിയാണ് ഉണ്ടായത്. 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് പിന്നെ എനിക്ക് ഡെലിവറി ചെയ്തത്. അപ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെന്ന് ഞാനൊരു സംഭവങ്ങളെല്ലാം പറയാം. എന്നിട്ട് പക്ഷേ എനിക്ക് മെംബ്രെയിൻ റപ്ചറായിട്ട് എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോവുക. അപ്പം ബ്ലഡും വെള്ളവും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം നടു റോഡിൽ ഞാൻ ഒരു 100 രൂപ എക്സ്ട്രാ എടുക്കാനില്ല എന്നിട്ട് ഞാൻ ഇങ്ങനെ വിഷമിച്ച് നിന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പം ഒരു അത് നമുക്ക് വേറെ രസം പറയാം. അപ്പോൾ ടാറ്റാ, ഗുഡ് നൈറ്റ്.